മാന്യ സഹോദരങ്ങളെ, അനുഗ്രഹീതമായ ദിനത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ജനുവരി മാസത്തിന് 15 ദിനങ്ങൾ പിന്നിട്ട് ഈ പുതുവർഷത്തിൽ ഒരു മാസത്തിന് പാതി നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കർത്താവിൻ്റെ വലിയ കരുതലുകൾ ഈ 15 ദിവസവും നമ്മൾ കണ്ടു. കഴിഞ്ഞ നാളുകളിൽ നമ്മൾ കണ്ടു. സ്വതന്ത്രം വരാൻ പോകുന്ന ദിനങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കൂടി ചെയ്യാം. ദൈവത്തിൻ്റെ മഹത്വത്തെ കണ്ട് ആനന്ദിപ്പാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. സ്തോത്രം. വലിയ സാക്ഷികളായി നമ്മെ മാറ്റും കർത്താവ്. നമുക്ക് നാവ് പോരാതെ വണ്ണം സാക്ഷീകരിക്കാനുള്ള അവസരങ്ങളെ നമുക്ക് ഒരുക്കും. വിശ്വാസത്തോടെ അവനെ ചേർന്ന് അവനോട് വസിക്കുക. സ്തോത്രം. കർത്താവ് നമ്മുടെ കാര്യങ്ങൾക്ക് സ്തോത്രം നീക്കുപോക്കുകൾ ഉണ്ടാവും. അതിശയകരമായി കർത്താവ് നമ്മെ നടത്തും. ആമേൻ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി യെശയ്യാവിൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 2-ാമത് വാക്യമാണ് എടുക്കുന്നത്. ഇതാ ദൈവം എൻ്റെ രക്ഷ, യഹോവയായ യാഹ എൻ്റെ ബലവും എൻ്റെ ഗീതവുമായിരിക്കൊണ്ട് അവൻ എൻ്റെ രക്ഷയായി തീർന്നിരിക്കൊണ്ടും ഞാൻ ഭയപ്പെടുകയില്ല. സ്തോത്രം. അപ്പം ദൈവം എൻ്റെ രക്ഷ എന്നാണ് സ്തോത്രം ആദ്യ വാക്യത്തിൽ നാം കാണുന്നത്. ദൈവം എൻ്റെ രക്ഷ. ദൈവമാണ് സകലരുടെയും രക്ഷയ്ക്ക് കാരണഭൂതനായിരിക്കുന്നത്. ദൈവത്തെ രക്ഷകൻ എന്ന ഹൃദയം കൊണ്ട് വിശ്വസിച്ച ഒരു വ്യക്തി ഏതവസ്ഥയിലാണേലും ആ പറഞ്ഞ വാക്കിൻ്റെ യാഥാർത്ഥ്യം അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥപൂർണത നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാനിടയും. രക്ഷ എന്ന് പറഞ്ഞാൽ എന്നാ? നാശത്തിൽ നിന്നുള്ള രക്ഷയല്ലേ? സർവ്വത്തിൽ നിന്നുമുള്ള രക്ഷയല്ലേ? ഒരു മനുഷ്യൻ രക്ഷയ്ക്കായിട്ടല്ലേ അവൻ ഈ കാണുന്ന ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുന്നതും ആഹാരം കഴിക്കുന്നതും നിലനിൽക്കാനുള്ള പരിശ്രമങ്ങളും എല്ലാം രക്ഷയ്ക്ക് വേണ്ടിയുള്ളതല്ലേ? അല്ലേ? സ്തോത്രം. എന്നാൽ യഥാർത്ഥത്തിലുള്ള രക്ഷ എവിടെയാണ്? സ്തോത്രം. ആത്മാവിൻ്റെ രക്ഷയാണ്. ശരീരത്തിൻ്റെ മാത്രമാണോ? അല്ല, ആത്മാവിൻ്റെ രക്ഷയാണ്. ആത്മാവിൻ്റെ രക്ഷയ്ക്ക് കാരണഭൂതനാരാണ്? യാഹായ ദൈവമാണ്, സർവശക്തനായ ദൈവമാണ്. ദൈവത്തിൽ നിന്നല്ലാതെ ഒരുത്തരിൽ നിന്നും സ്വതം നിലനിൽക്കുന്ന ശാശ്വതമായ ഒരു രക്ഷ അനുഭവിക്കാൻ കഴിയത്തില്ല. ബാക്കിയുള്ളതെല്ലാം താൽക്കാലികമായി രക്ഷിക്കുവാൻ വേണ്ടി വരുന്നവരാണ്. താൽക്കാലികമായ രക്ഷ, ഈ ലോകത്തിൽ കാണുന്നെല്ലാം താൽക്കാലിക രക്ഷ. നിലനിൽക്കുന്ന യഥാർത്ഥ രക്ഷ ദൈവത്തിൽ നിന്നുള്ളതാണ്. ക്രിസ്തു യേശുവിലൂടെ പിതാവായ ദൈവം ഒരുക്കിയ മനോഹര പദ്ധതിയിലൂടെയാണ് നാശത്തിൽ നിന്നുള്ള വിമോചനം, പൂർണ്ണ രക്ഷ പൂർത്തീകരിക്കുന്നത്. യേശുവിനെ കർത്താവായി സ്വീകരിക്കുന്നതിലൂടെയാണ് ഒരു മനുഷ്യൻ്റെ പൂർണ്ണ രക്ഷ പൂർത്തീകരിക്കപ്പെടുന്നത്. സ്തോത്രം. ആയ പദവി ലഭിക്കപ്പെട്ട എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ആകാത്ത ആരെങ്കിലും കേൾക്കുന്നുവെങ്കിൽ നിങ്ങൾക്കും യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ ആ രക്ഷയുടെ പൂർണ്ണത അനുഭവിപ്പാൻ, അതായത് നാശത്തിൽ നിന്നുള്ള വിമോചനം നിങ്ങൾക്ക് പ്രാപിക്കുവാൻ, നിത്യജീവനെ പ്രാപിക്കുവാൻ കഴിയുമെന്ന് പ്രാരംഭമായി ഓർപ്പിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ ഞാൻ വായിക്കുകയാണ്. ഇതാ ദൈവം എൻ്റെ രക്ഷ, യഹോവയായ യാഹ എൻ്റെ ബലവും എൻ്റെ ഗീതവുമായിരിക്കൊണ്ട് അവൻ എൻ്റെ രക്ഷയായി തീർന്നിരിക്കൊണ്ട് ഞാൻ ഭയപ്പെടാതെ ആശ്രയിക്കും. അപ്പം ദൈവത്തെ ആശ്രയിക്കുന്നവരെ എങ്ങനെ ആശ്രയിക്കണം? ഭയപ്പെടാതെ ആശ്രയിക്കണം. കാരണം അവൻ എൻ്റെ ബലമാണ്, അവൻ എൻ്റെ ഗീതമാണ്, അവൻ എൻ്റെ രക്ഷയാണ്. ഞാൻ അവനെ ആശ്രയിക്കും. എങ്ങനെ? ഭയപ്പെടാതെ ആശ്രയിക്കും. ദൈവകരങ്ങളിൽ ഒരു കാര്യം കൊടുത്തു കഴിഞ്ഞ് നിങ്ങൾ ആശങ്കപ്പെടുകയോ ഭയവികലമാകുകയോ ചെയ്യേണ്ട. നാളെയെ പറ്റി നിങ്ങൾ എന്തിനാണ് ആകുലപ്പെടുന്നത്? തിരുവചനം പറയാണ്. സ്തോത്രം. നിങ്ങൾ വെറുതെ ആകുലപ്പെടേണ്ടതായി ഒരു വിഷയവും നിങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നില്ല പ്രിയമുള്ളവരെ. ദൈവം പരീക്ഷകളോടുകൂടെ പോക്കുവഴിയെ ഒരുക്കുന്നവൻ. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യത്തിൽ ഉറച്ചോണം. സർവശക്തനായ ദൈവം അറിയാതെ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചൊരു ദൈവത്തിൻ്റെ ജീവിതത്തിൽ ഒന്നും കടന്നു വരുന്നില്ല. അഥവാ വരുന്നുണ്ടെങ്കിൽ അതിനോടുകൂടി ഒരു പോക്കുവഴി ഒരുക്കിയാണ് നമ്മെ അതിലൂടെ കടത്തിവിടുന്നതെന്നുള്ളത് സത്യം നാം മനസ്സിലാകണം. ആ ഭയപ്പെടാതെ ആശ്രയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ കർത്താവിനെ ഒരു കാര്യം ഭരമേൽപ്പിച്ചതിന് ശേഷം സ്തോത്രം പിന്നെ മനുഷ്യനെ ഭയവും പിശാചിനെ ഭയവും സ്തോത്രം സാഹചര്യങ്ങളെ ഭയവും കാലങ്ങളെ ഭയവും കാലാവസ്ഥയെ ഭയവും ഒന്നും നിങ്ങളെ നേരിടേണ്ട കാര്യമില്ല. കാരണം രക്ഷകനായ ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ നിങ്ങൾ സുരക്ഷിതരായിരിക്കുന്നത് കൊണ്ട്. തിരുവചനത്തിൽ സ്തോത്രം പ്രവാചകൻ പറയുകയാണ്, യഹോവയായ യാഹ എൻ്റെ ബലവും എൻ്റെ ഗീതവുമായിരിക്കുന്നുണ്ട്. എൻ്റെ ബലമാണ്. എനിക്കൊരു ഉറപ്പുണ്ട്, എനിക്കൊരു ധൈര്യമുണ്ട്, എനിക്കൊരു ബലമുണ്ട്. എനിക്കായി കരുതും. ഞാൻ ഇനിയും ഭയപ്പെടുകയില്ല. സാഹചര്യങ്ങൾ എന്തു തന്നെയായിരുന്നാലും, പ്രതികൂലങ്ങൾ എത്ര ആഞ്ഞടിച്ചാലും, എത്ര വലിയ കൊടുങ്കാറ്റുകളുടെ നടുവിലായിരുന്നാലും ദൈവം എന്നെ ഉപേക്ഷിക്കത്തില്ല. ഞാൻ ദൈവസന്നിധിയിൽ സുരക്ഷിതനാണെന്നുള്ള ഉത്തമ ബോധ്യം പ്രാപിക്കപ്പെട്ട ഒരു ദൈവവൈതലിനെ പറയുവാൻ കഴിയും. സ്തോത്രം. ഞാൻ ഭയപ്പെടാതെ ആശ്രയിക്കും. അപ്പോൾ ദൈവത്തെ ആശ്രയിക്കുന്ന ഒരു വ്യക്തി ഭയപ്പെടരുത്. സ്വതന്ത്രം. നിങ്ങൾ രോഗത്തെ അല്ലെങ്കിൽ മരണത്തെ നിങ്ങൾ ഭയപ്പെടരുത്. ദൈവത്തിലാണ് ആശ്രയിച്ച് വരമേൽപ്പിക്കുന്നത്. ദൈവം നിങ്ങളെ സൗഖ്യമാക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം. സ്വതന്ത്രം. ഭയപ്പെടേണ്ട കാര്യമില്ല. കർത്താവ് എന്നെ സൗഖ്യമാക്കും, കർത്താവിനെ വിടുവിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം. ഭയം എന്ന് പറയുന്നത് ദുരാത്മാവ് കൊണ്ടിരുന്നതാണ്. കാരണം നിത്യഭയത്തിന് അടിമകളായവരെയാണ് നിത്യനാശത്തിലേക്ക് പോകുന്ന മാനവരാശി ഭയത്തിൻ്റെ അടിമകളായിരുന്നു. മരണഭയം അവരെ അധികമായി വാഴുന്നിരുന്നു. അതിൽ നിന്നാണ്
അവിടെയാണ് ദൈവം നമുക്ക് വിമോചനം നൽകിയിരിക്കുന്നത്. ഭയരഹിതമായ ഒരു വാസത്തിനാണ് ദൈവം നമ്മളെ വിളിക്കുന്നത്. പിതാവിനോടുള്ളപ്പോൾ വാസം എന്ന് പറഞ്ഞാൽ നിന്നെ തല്ലിയും പേടിപ്പിച്ചും വിരട്ടിയും സ്തോത്രം നിത്യതയിലേക്ക് നടത്തുന്ന ഒരു ദൈവമല്ല. സ്തോത്രം നമ്മുടെ ഭയത്തെ മാറ്റി, നമ്മളെ ആശങ്കകളെ മാറ്റി, സ്നേഹത്തോടെ സന്തോഷത്തോടെ ഒരു അപ്പനോടെന്ന വണ്ണം ഇടപെടുവാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളെ നടത്തുന്നതാണ് സർവശക്തനായ ദൈവവുമായുള്ള നമ്മുടെ ബന്ധമെന്ന് പറയുന്നത്. ദൈവത്തെ ആശ്രയിക്കുന്നുവെങ്കിൽ പിന്നെ ഭയത്തിൻ്റെ കാര്യമില്ല. ദൈവത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ പിന്നെ ഭയത്തിൻ്റെ കാര്യമില്ല. ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ സ്തോത്രം ഒരു കാര്യം ആദ്യം ചെയ്യണം, ഭയം എന്ന് പറഞ്ഞതിനെ മാറ്റിവെക്കണം. ഞാൻ ഇനി ഒന്നിനെയും ഭയപ്പെടുകയില്ല, കാരണം സകലത്തെയും ക്ഷമിച്ചവൻ എന്നെ കാത്തുകൊള്ളും, ഞാൻ അവനിൽ ആശ്രയിക്കുക, അവൻ എൻ്റെ രക്ഷകനാണ്, ഞാൻ അവനെൻ്റെ ബലവും, അവൻ എൻ്റെ രക്ഷകയും അവൻ എൻ്റെ ബലവുമായിരിക്കുക, ഞാൻ അവനിൽ ആശ്രയിക്കുക. ഇനി ഞാൻ സാഹചര്യങ്ങളെ ഭയപ്പെടുന്നില്ല, കാലാവസ്ഥകളെ എനിക്ക് ബാധകമല്ല, ഞാൻ അതിനെ ഭയപ്പെടുന്നില്ല, രോഗങ്ങളെ ഞാൻ ഭയപ്പെടുന്നില്ല, സാമ്പത്തിക തകർച്ചകളെ ഞാൻ ഭയപ്പെടുന്നില്ല, പ്രശ്നങ്ങളെ ഞാൻ ഭയപ്പെടുന്നില്ല. ഈ ഭൂമണ്ഡലത്തിൽ എന്നെ മാനസികമായി തകർക്കുന്ന സകല സാഹചര്യങ്ങളുടെ മുമ്പിൽ എനിക്ക് പറയുവാൻ കഴിയും, ഞാൻ യാഹെന്ന എൻ്റെ കർത്താവിൽ, എൻ്റെ ബലമായിരിക്കുന്ന ദൈവത്തിൽ, എൻ്റെ രക്ഷകനായിരിക്കുന്ന കർത്താവിലാണ് ഞാൻ ആശ്രയിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഭയപ്പെടത്തില്ല. അതുകൊണ്ട് ഞാനും അസന്നിഗ്ധമായി സ്വയം പ്രഖ്യാപിക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഞാൻ ഇനി ഭയപ്പെടുകയില്ല, ഞാൻ കുലുങ്ങിപ്പോകത്തില്ല. സ്തോത്രം, ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് എനിക്ക് തുണയാണ്, ഞാൻ പേടിക്കുകയില്ല. മനുഷ്യർ എന്നോട് എന്ത് ചെയ്യും? അവൻ എനിക്കായി കരുതുന്നതാകിയാൽ എൻ്റെ സകല ചിന്താകുലും ഞാൻ അവൻ്റെ മേൽ വെച്ചുകൊള്ളും. അവൻ എന്നെ പുലർത്തും, അവൻ എൻ്റെ രക്ഷയുടെ പാറയാണ്, അവനിൽ ആശ്രയിക്കുന്ന ഞാൻ ഇനിയും ഭയപ്പെടുകയില്ല. ഉറപ്പായിട്ടും പറയണം, ധൈര്യമായിട്ട് പ്രിയമുള്ളവരെ, സ്തോത്രം, കർത്താവിനെ ആശ്രയിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന ഭയമുണ്ടാക്കുന്ന വിഷയങ്ങളെ നോക്കി പറയണം, ഞാൻ ഭയപ്പെടുകയില്ല എന്ന് ഉറക്കെ പറയണം. സ്തോത്രം, പാട്ടുകാരൻ പറയുന്നല്ലേ, ഭയപ്പെടാതെ നാം പോയിടാം, ഇസ്രായേലിൻ ദൈവം കൂടെയുണ്ട്, അന്ധകാരമാമിലോക യാത്രയിൽ അനുദിനമാവൻ നമ്മെ. സ്തോത്രം, ആ കർത്താവ് നമ്മളെ അനുദിനം പരിപാലിച്ച് നടത്തുമെന്നുള്ളൊരു ധൈര്യം നമ്മുടെ ഉള്ളിൽ വേണം. കാരണം സൈന്യങ്ങളുടെ യഹോവ എൻ്റെ രക്ഷകൻ, എൻ്റെ കർത്താവ്, സ്തോത്രം, അവൻ എൻ്റെ ബലവും എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഉറപ്പുള്ള പാറയുമാണ്. അതുകൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല, ഞാൻ പേടിക്കുകയില്ല. സ്തോത്രം, ഇന്ന് ഈ പ്രഭാതത്തിൽ എന്നെ കാണുന്ന പ്രിയമുള്ളവരെ, സ്തോത്രം, കർത്താവ് എൻ്റെ ബലമാണ്, അവൻ എൻ്റെ സംഗീതമാണ്. സ്തോത്രം, അവൻ എൻ്റെ രക്ഷയാണ്. ഞാൻ അവനിൽ ആശ്രയിക്കുന്നത് കൊണ്ട് ഞാൻ ഈ ലോകത്തിലെ ഒരു സാഹചര്യങ്ങളുടെ മുമ്പിലും പതറിപ്പോകത്തില്ല. ഭയപ്പെടുവാനുള്ള സാഹചര്യങ്ങൾ എൻ്റെ മുൻപിലുണ്ടാകാം, പക്ഷേ ഞാൻ ആ ഭയത്തിന് അടിമയാകുന്നില്ല. കാരണം സകലത്തെയും ജയിച്ചവൻ എൻ്റെ കർത്താവാ, എൻ്റെ യേശുവാ, എൻ്റെ രക്ഷകനാവൻ, അവൻ എൻ്റെ പരിപാലകനാ. സ്തോത്രം, ഞാൻ അവനിൽ ആശ്രയിക്കുന്നു. സ്തോത്രം, അതുകൊണ്ട് ഇന്ന് പകൽ നമുക്ക് ഒരുമിച്ച് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഭയരഹിതമായി സ്വസ്ഥമായൊരു വാസത്തിനായി യഹോവയായ ദൈവത്തിൽ, കർത്താവായ യേശു ക്രിസ്തുവിൽ, ത്രിയേകത്വമായവനിൽ നമുക്ക് ഒരുമിച്ച് നമ്മളെ തന്നെ സമർപ്പിച്ച് വിശ്വസിക്കാം. ആ ചിറകടി നമുക്ക് സുരക്ഷിതത്വം നൽകുന്നുണ്ടല്ലോ, അവൻ നമ്മുടെ മറവിടവും പരിചയവും കോട്ടയുമായിരിക്കുന്നല്ലോ. നിങ്ങൾക്കൊരു നാശവും വരികയില്ല, ഒരു ദോഷവും നിങ്ങൾക്ക് വരത്തില്ല. സന്തോഷത്തോടെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാം. ഈ പ്രഭാതത്തിൽ വരാൻ പോകുന്ന ദിനങ്ങൾ ഏറ്റവും അനുഗ്രഹപ്രദവും ഐശ്വര്യ സമ്പൂർണവുമായി കർത്താവ് തീർക്കട്ടെ. ഈ 24 ജനുവരി 15 വരെയുള്ള ദിനങ്ങൾ അത്ഭുതകരമായി പരിപാലിച്ച ദൈവം തുടർന്നുള്ള ദിനങ്ങൾ വലിയ സാക്ഷ്യങ്ങളോടെ നിങ്ങളെ മുൻപോട്ട് നടത്തുവാൻ ഇടയാകട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടയ്ക്കാം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ നല്ല പിതാവേ, തിരുസലിലേക്ക് ഞങ്ങൾ അടുത്തു വരികയാണ്. കർത്താവിൻ്റെ കൃപ ഞങ്ങളോടുകൂടി ഇരിക്കുമാറാകട്ടെ. കർത്താവേ, ഞങ്ങളുടെ ഈ ജീവിതയാത്രയിൽ കർത്താവെ ഞങ്ങൾക്ക് ആശ്രയിപ്പാൻ അങ്ങ് മാത്രമേ ഉള്ളൂ. കർത്താവെ, തിരുവചനം പറയുന്നു, കർത്താവെ, അവിടുന്ന് ഞങ്ങളുടെ ബലവും, അവിടുന്ന് ഞങ്ങളുടെ ഗീതവും ഞങ്ങളുടെ രക്ഷയുമാകുന്നു. ഞാൻ ഭയപ്പെടുകയില്ല, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. കർത്താവെ, അങ്ങയുടെ മുഖത്തേക്ക് തന്നെ ഞാൻ നോക്കുന്നു. എൻ്റെ ജീവിതയാത്രയിൽ ഈ ഭൂവിൽ നൽകിയിരിക്കുന്ന ആയുഷ്കാലമൊക്കെയും ജയത്തോടെ നടത്തുവാൻ അവിടുന്ന് കരുത്തനായ ദൈവമാണല്ലോ. ആ വിശ്വസ്തയെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. തിരുക്കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുകയാണ്. പിതാവ്, ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേൾക്കുന്നതിനായി സ്തോത്രം. ഈ പ്രഭാതത്തെ അനുഗ്രഹിക്കുന്നു. ദൈവമഹത്വം ഞങ്ങളിലേക്ക് നിറയുമാറാകട്ടെ. കൃപയുടെ കരങ്ങളെ ഞങ്ങൾ ആശ്രയിക്കുകയാണ്. സകല മഹത്വവും മാനവും അങ്ങേക്കെതിരിക്കുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ പ്രഭാതത്തിൽ കാണുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെ മഹത്വം കണ്ട് സന്തോഷിപ്പാൻ ഈ പൗലും ഇടയാക്കണം. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നാം ഇവരെയും അനുഗ്രഹിക്കട്ടെ.
സ്തോത്രം. നമ്മുടെ വാട്സപ്പ് നമ്പർ അടി കൊടുത്തിട്ടുണ്ട്. പ്രയർ റിക്വസ്റ്റുകൾ ടെക്സ്റ്റ് ചെയ്യാം. സ്തോത്രം. സാക്ഷ്യങ്ങളും പങ്കുവയ്ക്കാം. നമുക്ക് ഒരുമിച്ച് കർത്താവിൽ പ്രാർത്ഥിക്കാം. സന്തോഷത്തോടെ ഈ പ്രഭാതം ഉണർന്ന നിങ്ങളുടെ പ്രവർത്തന മേഖലയിലേക്ക് പോകാം. എന്ത് പ്രയർ റിക്വസ്റ്റുകളുണ്ടെങ്കിലും ഒന്ന് ആ വാട്സപ്പിനെ ടെക്സ്റ്റ് ചെയ്തു 24 hours പ്രാർത്ഥിക്കാൻ നമ്മുടെ സഹോദരങ്ങളുണ്ട്. അവരൊരുമിച്ച് പ്രാർത്ഥിക്കും. അത്ഭുതകരമായ വിടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ കാണുവാൻ കഴിയും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ സാക്ഷ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഉറപ്പും ധൈര്യവും ഞാൻ നിങ്ങൾക്ക് തരികയാണ്. ഭയപ്പെടേണ്ട. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നമുക്ക് തുണയാണ്. നിങ്ങളുടെ ജീവിതം അത്ഭുതമായി മാറും. God bless you. Love you, dear all. നിങ്ങളുടെ പ്രിയ സഹോദരൻ മനോജ് മാത്യു.